അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സന്തോർ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ നിഷ. ഞാൻ 2025 മെയ് 31 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഗൾഫിൽ കുക്കായി ജോലി ചെയ്യുകയാണ്. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം പല പല ബിസിനസ്സുകൾ ചെയ്ത് സാമ്പത്തികമായി വളരെയധികം ബാധ്യതയിലേക്ക് മാറുകയും എൻ്റെ വീടും സ്ഥലമൊക്കെ വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ സമയത്താണ് ഈശോ ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച് പറയുന്നതും ഉടമ്പടി എടുക്കാൻ എൻ്റെ സിസ്റ്റർ എന്നോട് പറയുന്നത്. ഞാനൊന്ന് ഉടമ്പടി എടുത്തു. പ്രാർത്ഥനകളൊക്കെ കൃത്യമായി പോയി. അങ്ങനെ ഒരു 1.5 മാസം ഞാൻ കൃത്യമായിട്ട് തന്നെ അത് പാലിച്ചു. പിന്നെ രണ്ടാമതും അത് ഉഴപ്പി. അപ്പോൾ എൻ്റെ ലീവ് തീർന്ന് ഞാൻ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഫ്ലൈറ്റിൽ വെച്ച് ചെറിയൊരു നെഞ്ചുവേദന തുടങ്ങി. അത് കൂടി വന്നു. ഞാൻ വിയർക്കാൻ തുടങ്ങി. എനിക്ക് ആ പ്രശ്നമായി. പക്ഷേ ആരോടും ഞാൻ പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അത് ഉഴപ്പിയതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയെന്ന് എനിക്ക് തോന്നി. ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഒരു കുഴപ്പമില്ലാതെ തന്നെ ഞാൻ ജോലി സ്ഥലത്തെത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. ജോലി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങി പിന്നെയും ആ വേദന വീണ്ടും അനുഭവപ്പെട്ടു. ആ വേദന വീണ്ടും ശക്തിയായി തുടങ്ങി. എനിക്ക് തോന്നി ചിലപ്പോൾ മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറുമെന്നും എനിക്ക് തോന്നി. ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ പിന്നെയും കണ്ടിന്യൂസായിട്ട് തുടരാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ആ നെഞ്ചുവേദന പൂർണ്ണമായി വിട്ടുപോയി. പിന്നെ ഇതുവരെ ആ നെഞ്ചുവേദന വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും കുഴപ്പമുണ്ടായിരുന്നത് എനിക്ക് മദ്യപാനമായിരുന്നു. നല്ലവണ്ണം മദ്യപിക്കുമായിരുന്നു. മദ്യപാനത്തിനൊരു അടിമയായിട്ട് തന്നെ മാറിയായിരുന്നു. ശരിക്കും മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യപാനം ഈ പ്രാർത്ഥനയോടൊപ്പം അതും പൂർണ്ണമായി മാറി. പിന്നെ മദ്യപാനത്തിലേക്ക് എനിക്ക് തിരിയേണ്ടി വന്നിട്ടില്ല. എവിടേക്കും അങ്ങനെ ഒരു ആസക്തി, അതിനോടൊരു ആസക്തി എൻ്റെ നിന്ന് വിട്ടുപോയി. അത് മാതാവിൻ്റെ ഈ അനുഗ്രഹത്താലാണ്. അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയസ്സ് 48. എനിക്കൊരു വിവാഹത്തിൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മദ്യപാനമൊക്കെ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകുന്ന സമയത്ത് തന്നെ എനിക്ക് അവിടെ നിന്ന് തന്നെ വെച്ച് ഒരു ആലോചന വന്നു. അത് ഞാൻ വീട്ടിൽ പറയുകയും വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് അതിന് ഡേറ്റൊക്കെ ഉറപ്പിച്ചു. അതിനുശേഷമാണ് അവിടെ ഗൾഫിൽ യുദ്ധം വന്നത്. ഞാൻ ടിക്കറ്റ് വരെ എടുത്തു. നാട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ആ ടിക്കറ്റ് എടുത്തിട്ട് അത് ക്യാൻസലാവുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ആ ഫ്ലൈറ്റിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് കൊണ്ടുവന്ന ആലോചനയാണെങ്കിൽ മാതാവ് നടത്തി തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. നിനക്ക് ആ ഫ്ലൈറ്റിൽ തന്നെ പോകാൻ പറ്റും, ആ ഫ്ലൈറ്റിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, ആ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അവിടെയും ഒരു പ്രശ്നം, തടസ്സമായൊന്നും. ഞാൻ എടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റല്ല, ഞാൻ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അതും പ്രശ്നമായി. പിന്നെ ഒരു ദിവസമുള്ളൂ, ഈ പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസമുള്ളൂ. ഈ ടിക്കറ്റ് ക്യാൻസലാവാൻ ഒരു ദിവസം കൂടി ഉള്ളൂ. പിന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അന്ന് അതിൻ്റെ തലേദിവസം, പോണതിൻ്റെ തലേദിവസം എനിക്ക് ടിക്കറ്റ് കൺഫേമായി എനിക്ക് വന്നു. ഞാൻ നാട്ടിലെത്തി. ഏപ്രിൽ 15 എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിയും നല്ല ജീവിത പങ്കാളി തന്നതിനും അമ്മയ്ക്കും ഇവിടെ സാക്ഷിയായി, ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി വന്നതിനും എനിക്ക് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തെന്നുണ്ടെങ്കിൽ അന്നൊക്കെ പത്രം കൊടുക്കുമായിരുന്നു. പത്രം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കും. പിന്നെ അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സങ്കീർത്തനങ്ങൾ 62-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്രയം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സന്തോഷം കമാലി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യവും ഉടമ്പടി ചെയ്തുകൊണ്ട് ജീവിക്കാമെന്നുള്ള തീരുമാനവുമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും എന്നാൽ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടി ചെയ്തുകൊണ്ട് ജീവിക്കുകയും
എന്നാൽ അതിനിടയിൽ ഉടമ്പടിയിൽ നിന്ന് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ സന്തോഷിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഒരു ചെറിയ നെഞ്ചുവേദന വന്നെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് മാറുകയും അതേ തുടർന്ന് കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മ ഈ മകനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് തൻ്റെ തന്നെ ജീവിതത്തിലെ വലിയൊരു മദ്യപാനം നാശത്തെ പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് ഈ മകന് സാധിക്കുകയൊക്കെ ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള പ്രാർത്ഥനാ ജീവിതം തന്നെയാണ്. അത് ഈ മകൻ പൂർണ്ണമായിട്ടും വാക്കുകളിൽ എടുത്തു പറയുന്നുണ്ട്. ഉടമ്പടിയോട് ചേർന്ന് കൊണ്ട് പൂർണ്ണമായൊരു വിടുതലാണ് മദ്യപാനത്തിൽ നിന്ന് ലഭിക്കുകയുണ്ട്. പൂർണ്ണമായിട്ടും മദ്യപാന വിമുക്തി നേടി ഒരു സന്തോഷകരമായിട്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ 48 വർഷമായിട്ട് വിവാഹം നടന്നിട്ടില്ലായിരുന്നു. അതിനോട് ചേർന്ന് കൊണ്ട് അമ്മ മാതാവ് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുകയും അതിനു മുമ്പായിട്ട് തന്നെ വിവിധങ്ങളായ തടസ്സങ്ങളായിരുന്നു നാട്ടിലേക്ക് പോരുമ്പോഴുണ്ടായിരുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തതാണെങ്കിലും ഗൾഫിൽ യുദ്ധം വരുന്നതാണെങ്കിലും അതെല്ലാം നാട്ടിലേക്ക് വരുവാനുള്ളൊരു വലിയ തടസ്സം തന്നെയായിരുന്നു. എന്നാൽ പരിശുദ്ധ മാതാവിൽ ഉറച്ച വിശ്വാസവും അത് പരിശുദ്ധ അമ്മ പല മനുഷ്യരുടെ ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ നേരാക്കി കൊടുക്കുകയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സന്തോഷിനെ അൽത്താരക്ക് മുമ്പിൽ പരിശുദ്ധ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമുക്ക് മുമ്പിൽ അത് വിശ്വാസപൂർവ്വം പറയുവാനായിട്ട് അമ്മ മാതാവ് ഇടവരുത്തി. ഇനി ഈ മകൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ ജീവിതത്തെ മാറ്റണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.